ഔട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് നാളെ ഓഫീസിൽ ലേറ്റ് അയക്കരുത്. എന്ത് ഓഫീസോ? എന്റെ പൊന്നു ദൈവമേ, സത്യം പറയാലോ, ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് നാളെ എന്നെ ഫോൺ വിളിച്ച് ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയാനല്ലേ? ഒരു തമാശ പറഞ്ഞ പോലെ നിനക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പൊട്ടത്തി. എന്തു പറ്റി അഞ്ജു? ഉറക്കം വരുന്നില്ലേ നിനക്ക്? ചേച്ചി, ജനാല വഴി കുറെ നേരമായിട്ട് ഭയപ്പെടുത്തുന്ന ശബ്ദം വരുന്നുണ്ട്. എന്ത് പേടിയാവുന്ന ശബ്ദോ? എന്തൊക്കെ നീ പറയുന്നേ? റിസോർട്ട് ആണെങ്കിൽ കുറെ ഉള്ളിലാണ്. ഇത് കെട്ടിയത് ശ്മശാനത്തിന്റെ അടുത്തെങ്ങാനും ആണെങ്കിൽ ഒരുപക്ഷെ വല്ല പ്രേതോ ഭൂതോ എങ്ങാനും ആയിരിക്കോ? എനിക്ക് പേടിയാവുന്നു ചേച്ചി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അഞ്ജു. പ്രേതവുമില്ല ഭൂതവുമില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ശരി ചേച്ചി. ചേച്ചി എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ചേച്ചി കേട്ടോ ഒരു പ്രേതത്തിന്റെ ശബ്ദം? അവിടെ ഒന്നും ഇല്ല അഞ്ജു. അതിന് ചേച്ചി പറഞ്ഞ പോലെ നീ ഒരു പഴയ ടേപ്പ് റെക്കോർഡറാണ്. ഇത്ര വലിയ ശബ്ദം കേട്ടിട്ടും ഒന്നും കേട്ടില്ലെന്നോ? ഓ, ഇങ്ങനൊരു പൊട്ടിയാണല്ലോ ചേച്ചി. ദൈവമേ. അതെന്താ നോക്കിട്ട് വരാൻ വന്നേ? വേണ്ട വേണ്ട വേണ്ട, ഞാനും വരുന്നില്ല, നീയും പോണ്ട. അവിടെ പ്രേതമുണ്ട്. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കും. ചേച്ചി, എന്തിനാ ചേച്ചി ചിരിക്കുന്നത്? ഇത് പ്രേതൊന്നും അല്ല അഞ്ജു, ചെറിയൊരു കുട്ടി ഭൂതം. ഭൂതത്തെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ എന്റെ പൊന്നു ചേച്ചി? ഈ ഭൂതത്തെ കണ്ടു കഴിഞ്ഞാ നിനക്കും ചിരിയെ വരുള്ളൂ. വന്ന് കാണ്. ഹായ്. അയ്യോ, ഇതറിയാവുന്ന ഭൂതാണല്ലോ. വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വിക്കി, ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നേ? ഓമനേക്കാളും കഷ്ടായിട്ട് കൂവായിരുന്നല്ലോ. പിന്നെ ഞാൻ ചെയ്യാനാ? ഫോൺ വിളിച്ചപ്പോ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ അവിടെ പോയി കിടന്ന് ഉറങ്ങേണ്ടതല്ലേ? വെറുതെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് വല്ലാത്ത കഷ്ടമല്ലോ. നിനക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലേ? ഇത്ര തൊട്ടടുത്തായിട്ടും എത്രയോ ദൂരത്തുള്ള പോലെ മനസ്സിൽ തോന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്നെ കുത്തി കുത്തി ചോദ്യം ചോദിക്കുവാണോ? വന്നതൊക്കെ ശരി, പിന്നെ എന്തിനെങ്ങനെ വൃത്തിയിട്ട രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയേ? അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. നീ ഉറങ്ങുമ്പോ വളരെ കാമായിട്ട് എന്നാൽ ചെറിയ സൗണ്ട് കേട്ട അപ്പ തന്നെ ഞെട്ടി ഉടർന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ സൗണ്ട് ഉണ്ടാക്കിയ.
എന്നാ നീയൊട്ട് കേട്ടതുമില്ല, അനിയത്തി അവിടെ എഴുന്നേക്കാൻ ചെയ്തു. വെറുതെ സംസാരിച്ചോണ്ട് നിക്കാതെ ഇപ്പൊ സമയം ഒരുപാടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പോവാൻ നോക്ക് വിക്കി. ആരതി, വിക്കി ഒന്ന് പോയി കിടന്നുറങ്ങാൻ നോക്കി. ഹായ് അമൂല്യ. ഓ ഹലോ സർ. സോറി, ഉച്ചയ്ക്ക് നിങ്ങൾ എന്തോ സംസാരിക്കാൻ വന്നപ്പോ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ആക്ച്വലി ആ കാര്യം ഇപ്പൊ പറയാൻ വേണ്ടിട്ടാ ഇവിടെ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഒരുപക്ഷെ നിങ്ങളത് കേൾക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ അതെനിക്ക് ശരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായേനെ. ബുദ്ധിമുട്ടോ? എന്തിന്? അതെന്താ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചേ? അത് പിന്നെ പ്രണയത്തിന്റെ കാര്യമാകുമ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ത് പ്രണയോ? ഡയറക്റ്റായി സംസാരിക്കുന്ന നിങ്ങളോട് ഡയറക്റ്റായി പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പറയാം. നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ ശരിക്കും ഇഷ്ടമായി. അതുകൊണ്ടാ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് തന്നത്. നിന്നെ പിന്നെ കണ്ടുകൊണ്ടേയിരുന്നപ്പോ അര ദിവസം കൊണ്ട് തന്നെ നീയാണ് എന്റെ ശരിയായ ലൈഫ് പാർട്ണർ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അതാ സത്യം. മിസ്റ്റർ നിഷാദ്, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അമൂല്യ, ഞാൻ പറയാൻ വന്നത് ആദ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. നിങ്ങൾ വീണ്ടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറയാമെന്ന് ഞാൻ മറന്നുപോകും. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അനിയത്തി, ചേച്ചിമാര്, എല്ലാവരുടെയും പെരുമാറ്റം, രീതികൾ, ചേച്ചിയെ കെട്ടാൻ പോകുന്ന ആളുടെ പെരുമാറ്റവും രീതികളും പോലും, ഇതെല്ലാം കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. വേദാന്തിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നിങ്ങൾ വേദാന്ത് മേനോന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിച്ച് വെറുതെ നടക്കുകയാണെന്നുള്ളതും എനിക്കറിയാം. നിങ്ങളുടെ അഭിനയമാണിതെന്ന് മനസ്സിലായപ്പോ എനിക്ക് എന്റെ പ്രണയം നിങ്ങളോട് തുറന്നു പറയണമെന്ന് തോന്നി. സിൻസിയറായിട്ട് പറയാമല്ലോ, ഞാൻ എന്റെ പ്രണയം തുറന്നു പറയാം. അല്ല, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പ്രണയം എന്നൊക്കെ പറഞ്ഞ അമൂല്യ, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഉത്തരം തരണമെന്നൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാരുടെ ഭാവിയുടെ കാര്യവും നമ്മുടേതാകും. അവരുടെ കല്യാണത്തിന്റെ ചെലവുകൾ വരെയും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിൽ എത്ര തന്നാലും തീരാത്തത്രയും ആസ്തിയുണ്ട് എന്ന് കരുതി ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാം. അല്ല, അത് നിങ്ങൾ അമൂല്യ, നിങ്ങൾ ഇപ്പൊ തന്നെ പറയണമെന്നില്ല. നാളെ രാവിലെ 8 മണിക്ക് ഗാർഡൻ വ്യൂ പോയിന്റിന്റെ അവിടെ ഞാൻ കാത്തു നിൽക്കാം. നിങ്ങളുടെ തീരുമാനം എന്തായാലും അത് അവിടെ വന്ന് പറഞ്ഞാൽ മതി. ആഹാ ചേച്ചി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എന്തിയ ചേട്ടൻ? അയ്യോ, അദ്ദേഹത്തിന് സമയം കിട്ടണ്ടേ ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. എത്ര ദിവസങ്ങൾക്ക് ശേഷം ചേച്ചിയെ കണ്ടത്. എനിക്ക് ഒത്തിരി സന്തോഷായി. അതെ, ദാ ചേച്ചി വന്നിരിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വാ. അവിടെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെ? സുഖായിരിക്കുന്നു. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് സുഖ. നിനക്ക് എങ്ങനെയുണ്ട്? പരമസുഖം. എന്താ നിന്ന് സംസാരിക്കുന്നേ? ഇരിക്കുന്നേ. ആ ചേച്ചി വാ, ഇരിക്കേ. ആ ചേച്ചി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട പ്രമി, ഞാൻ എല്ലാം കഴിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. ഞാൻ നിങ്ങൾക്കെല്ലാം കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയതാ. പിന്നീട് സിദ്ധാർത്ഥിന്റെ കല്യാണത്തിന് പറ്റിയ പോലെ പറ്റരുതല്ലോ. ആദ്യമേ തന്നെ മാച്ചിങ് ബ്ലൗസ് ഒക്കെ തയ്പ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വെക്കേണ്ട ബോർഡറുകളും മുത്തുകളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മൂത്ത മകളുടെ കല്യാണത്തിന് നീ നന്നായിരിക്കണം. സുഹാസിനി ഫോൺ വിളിച്ചായിരുന്നു. നീ എന്തോ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അത്രേ. ചേച്ചി എന്താ എനിക്കെല്ലാം അറിയാം ചേട്ടാ. സുഹാസിനി എന്റെ മരുമകളുടെ അമ്മയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നേ. ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രമീ. എന്നാൽ നീ ഇപ്പൊ ചെയ്തത് ഒരു നല്ല കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് ശരി, ഞാൻ മാത്രമാണ് ശരി എന്നാണ് അവരുടെ വിചാരം. കുറച്ച് നല്ല അഹങ്കാരമുണ്ട് അവർക്ക്.
ഇനിയിപ്പോ എല്ലാം ശരിയായിക്കോളും. എനിക്കങ്ങനെ സംസാരിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു ചേച്ചി. എന്നാൽ അവർ ആരതിയെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞപ്പോ എനിക്കും വല്ലാതെ ദേഷ്യം വന്നു. ഇതിന്റെ പേരിൽ ആരതിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പ്രമി, ആരോടാണെങ്കിലും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതാണ് അതിന്റെ ശരി. ഇല്ലെങ്കിൽ അവർക്ക് തോന്നും അവര് പറയുന്നതാണ് എന്റെ ശരിയെന്ന്. നീ അതിനെപ്പറ്റി ഇനി ഒന്നും ആലോചിക്കണ്ട. ആരതിക്കോ ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നീ സമാധാനായിട്ടിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചെഴുന്നേപ്പിച്ച് നിശാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് സോറി. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ പ്രശ്നം ഞങ്ങളുടേത് കൂടെയല്ലേ? ചേച്ചി, അയാള് ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തോ? അതെ അഞ്ജു, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന സമയത്തും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാ ഇപ്പൊ വന്നിട്ട് എന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തു. ചേച്ചി, എനിക്കും അയാൾ നല്ല ആളാണെന്ന് തോന്നുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്നു, അതും നല്ല കാര്യമല്ലേ? അഞ്ജു, ആ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? ചിലപ്പോ ഇഷ്ടപ്പെട്ട് തന്നെയാണെങ്കിലോ? വെറും ഇഷ്ടമൊന്നും അല്ലല്ലോ ചേച്ചി. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്തോളാന്ന് പറഞ്ഞില്ലേ? അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. അവരുടെ കഷ്ടപ്പാട് തീരുമെങ്കിൽ ഇനിയൊന്നും സംസാരിക്കേണ്ട അഞ്ജു. അന്ന് സിദ്ധാർത്ഥിന്റെ ആലോചന വീട്ടിൽ വന്നപ്പോഴും ഇവള് നമ്മളോട് തന്നെയല്ലേ സംസാരിച്ചേ? ഇവളെ വീട്, അച്ഛൻ, അമ്മ, സഹോദരിമാരെ എന്നല്ലാതെ അവളെ കുറിച്ച് ആലോചിക്കാറേ ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും തലയടിക്കോളും. അവളുടെ മനസ്സിൽ ഇഷ്ടങ്ങളുണ്ടാവില്ലേ അഞ്ജു? ആ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടത്തണമെന്ന് അവൾക്കുണ്ടാവില്ലേ? അതും സത്യമാണ്. അമ്മ ചേച്ചിയുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? നമുക്ക് വേണ്ടി വേറെ ആരെയും സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. അമ്മു, ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ അതൊന്നും കാര്യമായിട്ട് എടുക്കാറേയില്ല. പക്ഷെ ഈ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. നീ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സുഖവും സന്തോഷവും എല്ലാം ത്യാഗം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മോളെ. എനിക്ക് നിങ്ങളുടെ സന്തോഷം ചേച്ചി, എന്റെ സന്തോഷം. ആയിക്കോട്ടെ, പക്ഷെ നീ ഇങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് ഒരിക്കലും അത് സന്തോഷം തരില്ല എന്നുള്ള കാര്യം നീ മറന്നു പോരുതമ്മു. അതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗ ചെയ്തേ? ആക്ച്വലി പറയുവാണെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലമ്മു. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഞങ്ങളുടെ കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല നിനക്ക്. നിന്റെ ജീവിതം എങ്ങനെ പോണെന്ന് തീരുമാനിക്കുന്നത് നീയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല അമ്മു. നിന്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത്, എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, അത് തന്നെ സംസാരിക്ക. ഉറപ്പായിട്ടും അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇന്നലെ ഞാനിത് പറഞ്ഞപ്പോൾ അവളൊട്ടും എതിർപ്പ് കാണിച്ചില്ലല്ലോ. സോ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. രാവിലെ തന്നെ നിനക്ക് എന്താ പരിപാടി? സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനും സമ്മതിക്കില്ലേ? മുത്തശ്ശി, ആരും നിങ്ങളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രം എന്റെ ആവശ്യം. ആരാ ഇപ്പൊ എന്നെ പറ്റിക്കാൻ? നിന്റെ കള്ളം ഞാൻ കണ്ടതല്ലേ. അയ്യോ, അങ്ങനല്ല മുത്തശ്ശി. ഇന്നലെ അവരെങ്ങനെയോ രക്ഷപ്പെട്ടതാ. ഇന്ന് ഞാൻ അവളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരാം. നീ വെറുതെ ആവശ്യമില്ലാതെ കള്ളക്കഥകൾ പറയണ്ട. ഞാൻ പ്രൂഫ് ഇല്ലാതെ ഒന്നും വിശ്വസിക്കുന്നവളല്ല. ഞാൻ മുത്തശ്ശിനെ പ്രൂഫ് കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നത്. അമൂല്യക്ക് ഒരിക്കലും വേദാന്തിന് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇഷ്ടപ്പെടുന്നത് വേറൊരാളെയും മുത്തശ്ശി. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയടി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അയ്യോ, പറഞ്ഞ മുത്തശ്ശിക്ക് വിശ്വാസമില്ലെന്നറിയാം. പ്രൂഫ് അല്ലേ വേണ്ടത്? എന്റെ കൂടെ വാ, കൺമുന്നിൽ തന്നെ കണ്ടു വിശ്വസിക്കാം. വാ. അമൂല്യ, ആദ്യം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആളുകളാ.
ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പോലും 1-2 പ്രാവശ്യം. എന്നാ എനിക്ക് നിങ്ങളുടെ സ്വഭാവം ഒരുപാട് ഇഷ്ടായി. ഇതാ ഞാൻ പറഞ്ഞത് മുത്തശ്ശി. ഞാൻ പോവാണ്. എനിക്കിതൊന്നും കാണാൻ ഇഷ്ടമില്ല. അയ്യോ നിക്ക് മുത്തശ്ശി, അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കണ്ടിട്ട് പോ. അല്ലെങ്കിൽ ഇതിനും എന്തെങ്കിലും പുതിയ കാരണം പറഞ്ഞ് നിങ്ങളെ അങ്ങ് പറ്റിച്ചേക്കും. അപ്പോ നിങ്ങൾക്ക് എന്നെ നിശാന്ത്, 1 മിനിറ്റ്. എനിക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടായി എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നലെ എന്നെ കണ്ടു, 1-2 പ്രാവശ്യം സംസാരിച്ചു, പെട്ടെന്ന് വന്നിട്ട് പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒരു തമാശ പോലെ തോന്നുന്നില്ലേ? അതിനിതിൽ എന്ത് തമാശയുള്ളത് അമൂല്യ? ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന്. ഇതും അതുപോലെ ആയിക്കൂടെ അമൂല്യ? എനിക്കിതിനെ ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വെറും അട്രാക്ഷനാ. പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശ്വാസം എന്നാ. പെട്ടെന്ന് കാണുന്ന ഒരാളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നുവെച്ചാ ഇത് പ്രണയമല്ല എന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഫീലിങ്സിനെ ഞാൻ തെറ്റു പറയുന്നതല്ല. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തോന്നുന്നതല്ല പ്രണയം. എന്നാൽ നമ്മൾ പ്രണയം നേടുന്നതിൽ എന്തോ ഉണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് 2 പേർക്കും എന്തായാലും പ്രണയം തോന്നണമല്ലോ. അതിലാ എല്ലാം ഉള്ളത്. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്താ അത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നു? ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് അട്രാക്ഷൻ കൊണ്ട് തോന്നുന്ന പ്രണയം കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അയാളുടെ ഒപ്പം ഒരുപാട് സമയം ചെലവഴിച്ച് അയാളെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നില്ലേ? അതിനെയാ പ്രണയം എന്ന് പറയുന്നത്. ഓരോ തവണ ഫോൺ ബെല്ലടിക്കുമ്പോഴും അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കുന്നു തോന്നണം. ഉറക്കത്തിൽ അറിയാതെ നമ്മൾ പെട്ടെന്ന് ഉണരില്ലേ? ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ. കണ്ണാടിയുടെ മുകളിൽ ആളിന്റെ പേരെഴുതി വെക്കാൻ നമുക്ക് തോന്നണം. തലേണ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോ അതും നമ്മുടെ ആളാണെന്ന് നമുക്ക് ഓർമ്മ വരണം. പിന്നെ ഇതുപോലെ കുറേ ഭ്രാന്തൊക്കെ ഓർക്കുമ്പോ നമുക്ക് വീണ്ടും ആളെ ഓർമ്മ വരണം. ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ ആ വ്യക്തി നമ്മുടെ മനസ്സിനെ അത്രയധികം സ്വാധീനിക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോട് ഇഷ്ടമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്. നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പ്രണയം എന്ന് പറയുന്നത് എല്ലാവരോടും ഉത്സവത്തിന്റെ കാര്യം പറയുന്ന പോലെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നും അല്ല. അത് നമ്മുടെ മനസ്സില് ദിവസവും വെച്ച് പൂജിക്കുന്ന ഒരു വിഗ്രഹം പോലെ. നീ കണ്ടോടി, തങ്ക കുട്ടിയാണ് അവള്. എന്ത് നല്ല ഗുണമാണ് അവൾക്കുള്ളത്. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. അയ്യോ മുത്തശ്ശി, അത് അങ്ങനെയല്ല. 1 മിനിറ്റ് നിക്ക്. നോക്ക്, നിന്റെ ഈ ചീത്ത സ്വഭാവം എത്രയും പെട്ടെന്ന് നിർത്തിക്കും. ഒരുപാട് കാലം തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാ തിരിച്ച് നല്ല വഴിയിലേക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മുത്തശ്ശി, ഛെ. എനിക്ക് നിങ്ങളെ പ്രണയിക്കാനൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാ എനിക്ക് ഒരിക്കലും നിങ്ങളോട് പ്രണയം തോന്നില്ല. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അത്ര തന്നെ. നീ അമൂല്യയെ പ്രപ്പോസ് ചെയ്തത് എന്ത് ഉദ്ദേശത്തിലാണെന്നൊന്നും എനിക്കറിയില്ല. അവള് നല്ലൊരു കുട്ടിയാ, വീട്ടുകാരും അങ്ങനെ തന്നെയാ. നിനക്ക് അവള് ചേരില്ല. നീ വിട്ടേക്കേ. എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ വിട്ടേക്കേ പറഞ്ഞില്ലേ? സോ വിട്ടേക്കേ. നിഷാൻ, എന്താ ആലോചിക്കുന്നേ? അപ്സെറ്റ് ആവല്ലേ? ഐ എം റിയലി സോറി. നോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളും പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ബൈ. നിങ്ങൾ മുത്തശ്ശിയുടെ മുൻപിൽ അഭിനയിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പ്രണയിക്കുകയാണ്. നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. താങ്ക് യു. കം ബാക്ക് അഗൈൻ. നിങ്ങളുടെ ലഗേജസ് ഒക്കെ എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട്. ബൈ.
അല്ല ഇയാളിന്ന് തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഫീലിങ്സ് കുറച്ച് കൂടി പോലെ തോന്നുന്നുണ്ടല്ലേ? ആ, മുത്തശ്ശി നമുക്കെന്നാ പോവാം. അതിനു മുമ്പേ ഒരു ചെറിയ ജോലിയുണ്ട്. അമൂല്യ, ഇവിടെ വാ. ഇവന്റെ അടുത്ത് വന്ന് നിന്നേ. ഇപ്പൊ ഞാനൊരു സത്യം പറയാം.